അങ്ങനെ 4 ദിവസത്തെ ടൂറിന് ശേഷം ഞങ്ങൾ സിംഗപ്പൂർക്ക് തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലങ്കാവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4 ദിവസത്തെ ടൂറും അടിപൊളിയായിരുന്നു. ഒരു അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നല്ല പ്ലേസാണ് കേട്ടോ ലങ്കാവി. ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ വന്നത് സെനാങ്ങിൽ തന്നെയുള്ള കോക്കോ വാലിയിലാണ്. ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള സെറാമിക് പാത്രങ്ങൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയും നല്ല ഫിനിഷിങ്ങും ആട്ടോ ഓരോ പാത്രങ്ങളും. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഓരോ പാത്രങ്ങളും നോക്കുമായിരുന്നു, പക്ഷെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല. എന്നാലും കാണാൻ എത്ര ഭംഗിയല്ലേ. സെറാമിക് പാത്രങ്ങൾ പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാൻ. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയി കേട്ടോ. പിന്നെ അടുത്ത ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി ഞങ്ങൾ റിസപ്ഷനിലെത്തി കേട്ടോ. റൂം വെക്കേറ്റ് ചെയ്യുകയാണ്. എയർപോർട്ടിൽ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ എത്തി. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ കൗണ്ടേഴ്സ് ഒന്നും അങ്ങനെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഫുഡ് കോർട്ടാണെങ്കിലും 1-2 കടയെ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ചെക്കിന് വേണ്ടി പോയിട്ടോ. അപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു. രാവിലെ തന്നെ നല്ല വെയിലാട്ടോ, നല്ല ചൂടും നല്ല വെയിലുമായിരുന്നേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിംഗപ്പൂർ എത്തി, വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ കുറച്ച് പ്രോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് വേഗം തന്നെ കറിയാക്കാൻ കേട്ടോ. നമുക്ക് വീട്ടിലെത്തുമ്പോൾ ഒരു പ്രത്യേക വിശപ്പാണല്ലോ വീട്ടിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡൊക്കെ വേഗം റെഡിയാക്കി. പിന്നെ അടുത്ത പണി എനിക്ക് പുറത്തൊരു ഗാർഡൻ ഉണ്ട്, ആൻറ്റിയുടെ ഗാർഡനാണ്. അവിടെ പോയി പുതിയ കളക്ഷൻസ് ഫ്ലവേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കും കേട്ടോ. അവർ കൊണ്ടുവരുന്ന പൂക്കളൊക്കെ വളരെ റെയർ ആയിട്ടുള്ള പൂക്കളായിരിക്കും. ഇവിടെ ഞാൻ എന്നും വന്ന് നോക്കും കേട്ടോ. നമ്മുടെ നെയ്ബറാണ്. ഇവിടെ വെറൈറ്റി കളക്ഷൻസൊക്കെ കൊണ്ടുവരാറാണ് കേട്ടോ അവർ, പുതിയ സൈസ് പൂക്കളൊക്കെ. അപ്പോൾ ഇതൊരു പുതിയ പൂവാട്ടോ. ഞാനത് കാത്തിരിക്കുമായിരുന്നു വിരിഞ്ഞോ നോക്കിയിട്ട്. 2 മുട്ട ഉണ്ടായിരുന്നു, 1 വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തിയിലാണെങ്കിൽ തന്നെ 2-3 കളറുള്ള പൂക്കളാണ് ഉള്ളത്. പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ അപ്പുറം ഒരു ഓറഞ്ച് കളറുണ്ട്. കാന്താരി വരെ ഇവിടെ വളർത്തുന്നുണ്ട് കേട്ടോ. ഇതൊരു നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഒരു വെറൈറ്റി ഫ്ലവറായിട്ട് തോന്നി കേട്ടോ. എല്ലാം ഒന്നിച്ച് പൂത്താൽ നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ, ബൈ ബൈ.